ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമുക്കൊരു കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ പുതിയ സ്ഥലമൊക്കെ നമുക്കൊന്ന് വൃത്തിയൊക്കെ ആക്കണം. അതായിരിക്കും നമ്മുടെ മെയിൻ പരിപാടി ഇന്നത്തെ. നമ്മുടെ ഈ വീടിന് ചുറ്റിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് ഈ സ്ഥലം മൊത്തം ഒന്ന് ക്ലീനാക്കി എടുക്കാം. ഗൈസ്, ഇന്നലെ ഞാൻ വീഡിയോ ഇടാതിരുന്നത് വേറൊന്നുമല്ല, നല്ല ജലദോഷമായിരുന്നു, സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. നമുക്ക് നമ്മുടെ സോഡും പിക്കാക്സും പൊട്ടാതെ നമുക്കൊരു അയൺ സോഡും ഒരു അയൺ പിക്കാക്സും ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം, നമുക്കൊരു സോഡും കൂടെ ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമ്മൾ അയണത്ത് തിരിച്ച് വച്ചിട്ട് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമുക്കൊരു ശവലും കൂടെ വേണം. നമുക്കൊരു ശവലും കൂടെ ഉണ്ടാക്കാം ഗൈസ്. ഒരു ശവലും കൂടെ ഉണ്ടാക്കിയിട്ട് ഒരു ബക്കറ്റും കൂടെ ഒരു ബക്കറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കിന്ന് കുറേ വീറ്റ് സീഡ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്കതൊന്ന് നടണം. പക്ഷേ എല്ലാം ഞാൻ അയൺ വെച്ചുണ്ടാക്കുന്നില്ല. നമുക്ക് വലിയ ഉപകാരമില്ലാത്ത സാധനമൊക്കെ നമുക്ക് സ്റ്റോം വെച്ച് തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെയല്ലേ കേസ് ഉണ്ടാക്കണം. ഒരു ഹോയും ഉണ്ടാക്കി നമുക്ക് ഒരു ഫാം ലാൻഡ് സെറ്റ് ചെയ്യാം. അല്ലെ നമ്മൾ ഫുഡ് കിട്ടാതെ ചത്തുപോകും. പക്ഷെ ഇവിടെ കുറേ പമ്പിനൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ഏതേലും ഒരു സൈഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും ആയിട്ടാണെങ്കിൽ കുറച്ച് നൈസായിരിക്കും കാണാൻ. ഇവിടെ ഒരു വലിയ കുഴിയല്ല, നമുക്കത് അടയ്ക്കാം. ഇനി അടുത്ത് കഴിഞ്ഞ് മാറ്റല്ലേ, ഞാൻ ഇവിടെ എവിടെയായിട്ട് സെറ്റ് ചെയ്യും ഗൈസ്. ഒരു ഫാം ലാൻഡ് സെറ്റ് ചെയ്യണം ഗൈസ് നമുക്ക്. അല്ലെ നമ്മൾ ഇതിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു വശം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് കുറച്ചടച്ചിട്ട് അതിനെൻ്റെ ഡേർട്ടില്ലല്ലോ, നമുക്ക് അടിയിൽ നിന്ന് കുറച്ച് ഡേർട്ട് എടുത്തിട്ട് അങ്ങ് എടുക്കാം. എന്നിട്ട് പൊക്കത്ത് നമുക്ക് പകുതി വെച്ചാൽ അടക്കാൻ പറ്റും. കണക്കനുസരിച്ച് അടിയിലോട്ട് ഇരിക്കുന്നതാണ് സെറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തോ വെച്ച്. നിങ്ങളും എല്ലാവർക്കും ഒരേ ക്രിയേറ്റിവിറ്റി അല്ലല്ലോ. എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്യാം. ഏകദേശം ഇങ്ങനെയൊക്കെ ഒരു ജസ്റ്റ് ഒരു നമ്പർ സെറ്റ് ചെയ്താൽ മതി. ഇത് തന്നെ മതി. കാണാൻ നൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാതുണ്ട്. കുറേ അധികം പൂക്കൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പോയി ഒരു ബക്കറ്റ് വെള്ളം, ഇവിടെ അടുത്തെവിടെയെങ്കിലും വെള്ളം ഉണ്ടോ നോക്കണം. ഇവിടെ നിന്നൊരു തോട് പോയിട്ടൊരു ഇതുപോലും കാണുന്നില്ല പോലും. ഗൈസ്, അതൊരു തോടാണോ? ഒന്ന് ചത്തില്ല ഭാഗ്യത്തിന്. ഗൈസ്, വെള്ളം കിട്ടി. വെള്ളം എടുക്കാം. ബട്ട് ഇങ്ങോട്ടൊരു വലിയൊരു കുഴിയല്ലേ ഗൈസ്. നമുക്ക് മൈനിങ് ഏരിയ സെറ്റായിട്ടുണ്ട്. സെറ്റായി. ഗൈസ്, അതുപോലൊരു കുളമാണ് നമ്മൾ പൊക്കത്തുണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഇവിടുന്ന് കഴിച്ച് ഞാൻ വീണ അങ്ങ് പൊക്കത്തുനിന്നും കണ്ട കഴിച്ച് വീണ. എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് ചത്തില്ല. രാത്രിയാണല്ലോ, നൈറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ചെന്ന് കിടന്നുറങ്ങാം.
കിടന്ന് ഉറങ്ങാൻ നൈറ്റ് ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. വേറൊന്നും എനിക്ക് പറയാനില്ല. വരുന്നുണ്ട് എന്താ ഓടിയോ വാവ്. പിന്നെ ഗൈസ് ഇല്ലാത്ത മോബുകളൊന്നും ഇല്ലല്ലോ. ഓലാണോ ചത്തുപോയി? ഇത് എത്ര എൻട്രമാനാ ഗൈസ്? 2 എൻട്രമാനൊക്കെ. ഇവന്മാർക്ക് എന്നെ വെട്ടായി ഗൈസ്. കണ്ണി നോക്കിയാൽ ഇപ്പവന്മാർ എന്നെ കൊണ്ടുപോകും. നമുക്ക് നോക്കിയാലോ ഗൈസ് അവൻ്റെ കണ്ണി. എൻട്രമാനെടാ എൻട്രമാനെ. അവൻ പോയി ഗൈസ്. എൻട്രമാൻ പോയി. 2 എണ്ണം പോയി. എന്തോ പറ്റി ഗൈസ്. എൻ്റെ വേൾഡിന് എന്തോ പറ്റി. ഇവിടെ എന്താ ഗൈസ് ഒരു വലിയ കുഴി അകത്തോട്ട് പോകുന്നത്. ഗൈസ് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് 2 ബക്കറ്റ് വെള്ളം കിട്ടി. നമ്മൾ എവിടെയാണ് ഉണ്ടാക്കാമായിരുന്നു? നമ്മുടെ ഫാമിൻ്റെ ഇവിടെ നമുക്കിവിടെ ഒരു 3 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചിട്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം, മറ്റേ ബക്കറ്റ് വെള്ളം കൂടെ എടുത്തുകൊണ്ട് വരാം. അതും കൂടെ നമുക്ക് അവിടെ ഒഴിക്കാം. അവിടെ ഒഴിക്കുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് കിട്ടേണ്ടതാണ്. പക്ഷെ അത് എടുക്കാത്ത അവിടെ ഒഴിക്കുമ്പോൾ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് കിട്ടും. ഗൈസ് എൻ്റെ ജലദോഷവും ചുമയും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതിയെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് കിട്ടി. നമ്മുടെ ഈ ചെറിയൊരു ആർട്ടിഫിഷ്യൽ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. മൊത്തം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് ശരിയാവുന്നില്ലല്ലോ. ഫൈൻ. നമ്മുടെ പോണ്ട് ഇവിടെ ഏകദേശം ശരിയായി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടിടണം കഴിച്ചു, എന്നാലേ ഇത് ശരിയാകത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് നമ്മുടെ ചെറിയൊരു ഫാം ലാൻഡാണ് സെറ്റ് ചെയ്യാം. നമുക്ക് നല്ല വല്ല ക്യാരറ്റോ പൊട്ടറ്റോ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തൽക്കാലം നമുക്ക് ഇച്ചിരി ബ്രെഡ് ഉണ്ടാക്കി തിന്നാം. എണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 8 എണ്ണം കൂടെ നടാം. ഒരെണ്ണൂടെ ഞാൻ തന്നെ ഇത് പറിച്ചു. ഇവിടെ ഒരെണ്ണം നടാം. അങ്ങനെ ഷീപ്പ എല്ലാം തിന്ന് വളരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യണോ അതോ നമ്മുടെ ബേസ് നമ്മുടെ മെഗാ ബേസ് പണിയണോ? ഇതൊക്കെ തന്നെ ഇട്ട് നമ്മുടെ ചെയേഴ്സിനെ എടുത്ത് കുക്ക് ചെയ്യണം. കുറച്ച് ഫുഡായിക്കോട്ടെ കഴിച്ച്. എൻ്റെ ഈ ഫുഡില്ല. ഈ കുഴി ഇവിടെ നിന്ന് അടച്ചേക്കാം. അല്ല ഞാൻ തന്നെ അതിൻ്റെ അകത്തുനിന്ന് 2-3 പ്രാവശ്യം ഞാൻ തന്നെ അതിൻ്റെ അകത്തുനിന്ന് വീഴും. അതിലും നല്ല ഇതിപ്പോൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഇതൊന്ന് വളർന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്പ്രൂസ് ഈ മരം വെച്ചായിരിക്കും നമ്മുടെ ബേസിൻ്റെ പകുതി പണിയും നടത്താൻ പോകുന്നത്. നമുക്ക് ആ ഒരു മരം വെട്ടിയിട്ട് ഒരു 4 സാപ്ലിങ്സ് കിട്ടുമോ നോക്കാം. ആ 4 എണ്ണം വെച്ച് നമുക്ക് ഒരു വലിയ സ്പ്രൂസ് മരം നമുക്ക് സെറ്റ് ചെയ്യണം. വളരെ കാര്യമുള്ള നമുക്ക് ഈ വുഡ് വെച്ച് ചെയ്യുന്ന നൈസാ കഴിച്ചു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വുഡൊക്കെ വെച്ച് ബേസൊക്കെ ചെയ്യാൻ നൈസാണ്. നമുക്ക് 2 മരം പെട്ടെന്ന് വെട്ടിയിടാം. 4 സാപ്ലിങ്സ് കിട്ടിയാൽ വലിയ ഉപകാരം. ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ ഇറങ്ങും. നമുക്ക് ഇങ്ങോട്ട് ചാടാം. ഇത് കൊള്ളാലോ, നൈസായിട്ടുണ്ടല്ലേ കാണാൻ. ഇതുവഴി ഒരു ഗുഹ വന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോന്നു. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. നൈറ്റ് ആവുന്നല്ലോ. അതിന് മുമ്പ് എനിക്ക് 2 സാപ്ലിങ്സ് കിട്ടും. അതാ ഞാൻ പോയി ഉറങ്ങിയിട്ട് വരണോ? ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടി. നമുക്ക് ഓടിപ്പോയെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം.
കളിക്കാൻ തുടങ്ങിയിട്ട് 10ാമത്തെ ദിവസമായിരിക്കും നമ്മളിതൊന്ന് നൈറ്റൊന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ. 10 ദിവസം നമ്മൾ ഈ വേൾഡ് കളിക്കുന്നുണ്ട് ഗൈസ്. 10 ദിവസം നമ്മൾ ഈ വേൾഡ് കളിച്ചു. നമ്മുടെ ഫുഡ് കുക്കായി കാണുമെന്ന് തോന്നുന്നു. ഈ ചെടിയും കായൊക്കെ ഇതിനകത്ത് തന്നെ വെക്കാം. എനിക്ക് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒട്ടും താല്പര്യമില്ല. നമുക്ക് 9 എണ്ണം കിട്ടി. ബാക്കി നമുക്ക് കുറച്ച് വുഡ് എടുത്ത് ഇതിൻ്റെ അകത്തിടാം, നമ്മുടെ ഫുഡൊന്ന് കുക്കാവാൻ. അയ്യോ ആ വുഡല്ല. ഓക്കെ, ഇട്ട് നമ്മുടെ എൻഡർമാൻ അവിടെ നിൽപ്പുണ്ട്. എൻഡർമാനെ നോക്കണ്ട, അവിടെ കുറേ സോംബി കുറേ പേരൊക്കെ ഉണ്ട്. നമുക്ക് അവരെ ഒന്നും മൈൻഡ് ചെയ്യണം. നമുക്ക് നേരെ പോകാം. ഇതാണോ മൊത്തം? കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നു. കാട് നിൽക്കുന്നു യെസ്, മരത്തിൻ്റെ മണ്ടയിൽ. അതെങ്ങനെ അങ്ങോട്ട് ചാടിക്കയറിയേ? എടാ നീ എങ്ങനെ അങ്ങോട്ട് ചാടിക്കയറിയാലോ? അവൻ നിൽക്കട്ടെ അവിടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. നമുക്കൊരു 2 മരം കൂടെ വെട്ടിയിടാം ഗൈസ്, അന്നേരം പെട്ടെന്ന് കിട്ടുമായിരിക്കും. എനിക്ക് സാപ്പിക്സ് ഒന്നേ കിട്ടിയുള്ളൂ. അതെന്തൊരു പരിപാടിയാണ്? ഒന്നുകൂടെ കിട്ടി ഗൈസ്, ഒന്നുകൂടെ കിട്ടി. ഒരെണ്ണം കൂടെ തരുമോ? ഒരെണ്ണം കൂടെ തരും. മാപ്പിൻ്റെ അകത്ത് ഈ അയൺ മാത്രമേ ഉള്ളൂ. ഒരെണ്ണം തന്നു, താങ്ക് യു. നമുക്ക് 2 സാപ്പിങ്സ് കിട്ടി. നമ്മുടെ കൈയൊന്ന് ഒഴിക്കാം. നമുക്ക് നമ്മുടെ ഫുഡെല്ലാം എടുത്ത് വെക്കാൻ. ഓക്കെ, ഇപ്പം ശരിയായി. ഒരെണ്ണം കൂടെ തരുമോ? എന്താണിത്? സാപ്ലിങ്സ് കിട്ടി. ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട്. മൊത്തം 3 എണ്ണമായി. ഒരെണ്ണം കൂടെ കിട്ടിയാൽ ഞാൻ എൻ്റെ ബൈക്ക് വെക്കാം. ഒരെണ്ണം കൂടെ പ്ലീസ്. ഏതാ തരാൻ പോകുന്നത്? കിട്ടി കാശ്. നമുക്ക് ഇത് തന്നെ മതി, ധാരാളം. നമുക്ക് പോവാം. ഗൈസ് എൻ്റെ വീട് നോക്ക് ഗൈസ്, ബ്യൂട്ടിഫുൾ ഹൗസ്. നോക്കൂ ഗൈസ്, ബ്യൂട്ടിഫുൾ ഹൗസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഹൗസ് ബ്രോ. നമുക്ക് നമ്മുടെ ഇതെങ്ങോട്ടായിട്ട് വെക്കണം? കാണാൻ നൈസായിരിക്കണം ഗൈസ്. പക്ഷേ ഈ വണ്ടറിങ് ടേബിൾ എന്തെങ്കിലും തരുമോ നോക്കാം. തരുന്നത് ഒരു മൊത്തം ഹെബേൽ കൊടുത്ത ഒരു വുഡ് നമുക്ക് വേണ്ട. നമുക്കത് വേണ്ട. ഇതുങ്ങളെ 2നെയും തല്ലിക്കൊന്ന 2 ലീഡ് കിട്ടും. അത് നമുക്ക് ചെയ്യണം. പക്ഷേ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ, ഞാനും ഒന്നും കണ്ടില്ല. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ വാട്ടറിങ് ടയർ എന്തോ പറ്റി എൻ്റെ ഈ 2 ലീഡും തന്നിട്ട് പുള്ളിയുടെ 2 ലാമുകളെ എങ്ങോട്ടോ കൊണ്ടുപോയി. എനിക്കറിയത്തില്ല കേട്ടോ ഗൈസ്, ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ലീഡെന്നൊക്കെ പറയുന്ന കുറച്ച് സാധനം, അത്യാവശ്യമുള്ള സാധനം. നമുക്കത് ആ വില്ലേജ് മെമ്പർമാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 4 സീഡ് ഇങ്ങോട്ടൊന്ന് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. മരം ഒന്ന് വളരുന്നത് വരെ. ഈ മരം വളർന്ന് വലുതായിട്ട് വേണം എനിക്കെൻ്റെ ബേസിൻ്റെ പരിപാടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഏകദേശം ബേസ് എവിടെയായിട്ട് വരുമെന്ന് ഞാൻ വേണമെന്ന് മാർക്ക് ചെയ്ത് കാണിക്കാമായിരുന്നു. പക്ഷെ അതിപ്പം ചെയ്യണം. ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? വേണമെന്ന് കാണിക്കാം ഗൈസ്. നമ്മുടെ ബേസ് ഗൈസ്, ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഇതങ്ങ് വരച്ചിടാം ഗൈസ്. ഇവിടെ നമുക്ക് ഈ ഷവള് വെച്ചൊന്ന് വരച്ചിടാം. അതേ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കത്തുള്ളൂ. 1 2 3 4 5 നമുക്കത് പൊട്ടിച്ചൊന്ന് വെക്കാം. നമ്മൾ മുമ്പേ മൂടിയിട്ട കുഴിയ. നമുക്ക് ഓഫ് ക്യാമറ ഇരുന്ന് കുറേ പരിപാടി ഉണ്ട് ഗൈസ്. ഈ ബേസിൻ്റെ പണിയൊക്കെ, നമ്മുടെ വുഡ് ഗ്രൈൻഡ് ചെയ്യുന്നതൊക്കെ മൊത്തം നമുക്ക് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. 1 2 3 4
5, 6, 7 ബ്ലോക്ക് ഗൈസ്. 7 ആയിട്ടുണ്ട്. 8, 9, 10, 11, 12, 13. 13 ഇങ്ങോട്ട് എടുക്കണം. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് 29 ബ്ലോക്ക് പോകണം. 13, 14, 15, 16, 17, 18, 19, 20 ആണ് കൈസ്. ഓർത്തോണം 20. എന്നിട്ട് നമുക്കൊന്ന് ഉറങ്ങാം, അല്ലെ അവന്മാർ നൈറ്റ് വന്ന് എന്നെ കൊല്ലും. 20 ബ്ലോക്ക് പോയിട്ട് ഓഫ് ഗൈസ്. നോക്കൂ ഗൈസ്, ആരാന്ന് നോക്കൂ. അത് ഒന്നൊന്നുമല്ല ഗൈസ്. 1, 2, 3, 4 ഇവിടെയായിട്ട് വരും ഗൈസ്. വൃത്തിയായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം. ബട്ട് നമുക്ക് എവിടെയോ എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെത്ര പെണ്ണീർ തെറ്റിപ്പോയി കാണും. നേരെ ഇവിടെയായിട്ടാണ് ഗൈസ് വരേണ്ടത്. നമുക്കത് ഇവിടെ മാർക്ക് ചെയ്യാം. ഗൈസ് ഫസ്റ്റ് മരണം ബാവു. നമുക്ക് നമ്മുടെ സാധനം എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. ഓ വെറുതെ അല്ലേ ഗൈസ്. ആ ക്രീപ്പർ നമുക്ക് കുറച്ച് അയൺ കാണിച്ചു തന്നാ. എടാ മോനെ, നീ നിൽക്കുന്ന അയണ്ട പൊക്കത്താടാന്ന് പറഞ്ഞ് വന്ന് കാണിച്ചു തന്നാ. അത് കുഴപ്പമില്ല. അവിടെ നമ്മുടെ ഫസ്റ്റ് മരണം ഒരു ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയായി. സന്തോഷം. എനിക്ക് ഈ ഗെയിമിനകത്ത് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം ആ സാധനം കഴിച്ചു. ഒന്ന് പുറകിൽ നിന്നൊരു പൊട്ടിട്ട് ആ സാധനം മാത്രമാണ് ഞാൻ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു സാധനം. അത് മാത്രമേ ഉള്ളൂ ഗൈസ്. എല്ലാം കിട്ടി. എല്ലാ സാധനവും നമ്മുടെ ഈ ഭദ്രമായിട്ടുണ്ട്. നമുക്ക് ബാക്കി പണി ചെയ്യാം. ഈ ഒരു ബ്ലോക്കല്ലേ? ആ ഒരു ബ്ലോക്കാണ്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഒന്ന് മാർക്കായിക്കോളും ഗൈസ്. നിങ്ങൾ നോക്കുക ഗൈസ്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടതനുസരിച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഇത്ര മാത്രം നമ്മുടെ ഈ ഇരിക്കുന്ന വീടിൻ്റെ ഒരു ഇരട്ടിയുടെ ഒരു പകുതിയും കൂടെ കാണും. ഇരട്ടിയുടെ പകുതി ഉണ്ട് ഗൈസ് നമ്മുടെ മെഗാ ബേസ് എന്ന് പറയുന്നത്. നമ്മളിന്ന് ജസ്റ്റ് നമുക്കിതൊന്ന് വേണമെന്ന് നമുക്കൊരു 2-3-4 പില്ലറൊക്കെ വെച്ച് നമുക്ക് ജസ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ സ്പ്രൂസ്, ഈ ഒരു മരവും ഇതുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 21 ഉള്ളൂ സ്പ്രൂസ് ലോഗ്. നമുക്കൊരു 5-10 സ്റ്റാക്ക് വേണ്ടി വരും. പക്ഷേ ഈ മരം വെച്ച് കഴിയുമ്പോൾ പക്ഷേ ഇവിടെ ഈ സ്ഥലം വേറൊരു ഇതായി പോകും. അതാണ് ഞാൻ ഇത് ഇച്ചിരി മാറ്റി വെച്ചത്. ഈ മരം വലുതായതുകൊണ്ട് വെട്ടാൻ ഒരു മാർഗമുണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ പോവുക. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെയർ കേസ് പോലെ വെട്ടിപ്പോവുക. ഇങ്ങനെ ഓരോ ബ്ലോക്ക് വെച്ച് അപ്പോൾ നമുക്ക് നേരെ പൊക്കത്തി എല്ലാം പറ്റും. പൊക്കത്തി എന്നിട്ട് നേരെ താഴോട്ട് വെട്ടിപ്പോരാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തേലും മറ്റേ ബ്രിഡ്ജ് ചെയ്ത് പോയിട്ട് അത് പൊട്ടിച്ചെടുക്കണം, ഭയങ്കര പഠിപ്പായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുക ഗൈസ്. ഞാനൊരു യൂട്യൂബറിൻ്റെ നിന്ന് ഞാൻ ചെയ്തെടുത്ത യൂട്യൂബേഴ്സിൻ്റെ നിന്നല്ലേ നമ്മൾ ഗൈസ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ വെട്ടിപ്പോകുന്ന എളുപ്പമാണ് ഗൈസ്. നേരെ പെട്ടെന്ന് പൊക്കത്ത് എടുത്താൽ നമുക്ക് അത്രയും പാടില്ല ഗൈസ്. മറ്റേ ബ്രിഡ്ജ് ചെയ്ത് പോകുന്ന അത്രയും പാടില്ല. എന്നിട്ട് നേരെ ഇങ്ങനെ നൈസായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട് അവിടെയുണ്ട്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറി വന്നതും കൂടെ വെട്ടിയെടുക്കുക. ഗൈസ് ഇനി ഞാൻ പതിയെ കൈ കൊണ്ട് വെട്ടേണ്ടി വരും. നമ്മുടെ അയണാക്സ് ചെറുതായിട്ട് നോക്കിപ്പോയി. ഗൈസ് ഇത് കൈ കൊണ്ട് വെട്ടിയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരെ പോയി ഒരു ആക്സ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഒരാക്സ് ഉണ്ടാക്കി കൊണ്ട് ദിവസോടെ ഇവിടുന്ന് വലിയ തീയും ഗൈസ്.
അതായിരിക്കും നല്ലത്. അല്ല ഇന്ന് തന്നെ വീട് പണിയാൻ നിന്നാൽ ഈ എപ്പിസോഡിൻ്റെ ലെങ്ത് ഭയങ്കര കൂടും. അപ്പം നൈറ്റായി വരുന്നുണ്ട്. നമുക്കൊന്ന് പോയി കിടന്നുറങ്ങണം. ഉറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ബേസിൻ്റെ പരിപാടി നോക്കാം. നമ്മൾ ഒരെണ്ണം അങ്ങനെ വെച്ച് നമുക്ക് കുറച്ച് വുഡാക്കണം. കുറച്ച് വുഡാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് സ്ട്രിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബേസിൻ്റെ ഏകദേശം നമ്മുടെ കാൽ ഭാഗം പണി നമ്മളിന്ന് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പണിയൊന്നും ചെയ്യാനില്ല. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ബേസിൻ്റെ ഏകദേശം പണി നമ്മൾ ഇന്ന് ഒരു കുറച്ച് പില്ലറൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നമ്മുടെ ശനിയാഴ്ച നമ്മൾ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതായിരിക്കും ഗൈസ്. ശനിയാഴ്ച നമ്മളൊരു അത്യാവശ്യം ലെങ്തുള്ള വീഡിയോ ആയിരിക്കും ഇടുന്നത് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടം വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി ഗൈസ്. ബൈ.